ഹലോ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മോണിറ്റൈസ് ആയാലും നമുക്കതിൽ നിന്നിട്ട് വ്യൂസ് ഇല്ലെങ്കിലും ഒന്നും പൈസ കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. കുറേ പേര് കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയണം, ഒരു വാർത്തയെക്കുറിച്ച് പറയണം എന്ന് തോന്നി. അപ്പോൾ ഞാനിന്ന് ചേച്ചി അച്ചാറിട്ടപ്പോൾ ആ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ദിവ്യ എസ് അയ്യർ എല്ലാവർക്കും അറിയാം. നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യർ, പത്തനംതിട്ട കളക്ടറായിരുന്ന മാമിനെ എല്ലാവർക്കും അറിയാം. മാമെന്ന് പറഞ്ഞാൽ മാമിനെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. അപ്പോൾ എനിക്കറിയില്ല, സ്നേഹത്തിൻ്റെ ഒരു ഭയങ്കര ഒരു നിറമുള്ളൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മാമിനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ദിവ്യ എസ് അയ്യരെ തോന്നിയിട്ടുള്ളത്. നേരിൽ കണ്ടിട്ടില്ല, കാണണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ചേർത്ത് പിടിക്കലിന് ഭയങ്കര സത്യസന്ധത ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചിലർ ഈ കാണിക്കാൻ വേണ്ടി കാണിക്കുമല്ലോ, അതേപോലെ. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ആളാണ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ, ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ ജയിച്ച് MP ആയി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ നമ്മുടെ മാനേജിങ് ഡയറക്ടറായ ദിവ്യ എസ് മാമിനെ കണ്ടപ്പോൾ അവരെ ഔപചാരികതയുടെ പേരിൽ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ കണ്ടുമുട്ടി സ്ഥാനമൊഴിയുന്ന മന്ത്രിയെ കാണാൻ പോയി, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ദിവ്യ എസ് അയ്യർ അത് കഴിഞ്ഞ ശേഷം മന്ത്രിയെ ഇങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ വളരെ സ്നേഹത്തോടു കൂടി ദിവ്യ എസ് അയ്യർ തന്നെ നമ്മുടെ അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവിടെ പകർത്തിയത് ഇങ്ങനെ ഒരു വാർത്തയായി. അത് വളരെ സന്തോഷത്തോടു കൂടി വാർത്ത ചെയ്തത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സങ്കോചമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനും ഇങ്ങനെ മനസ്സിലാലോചിച്ചു. ശരിയാണ്, സ്നേഹത്തോടു കൂടി നമുക്ക് സ്നേഹം തോന്നുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഇല്ല. നമ്മളങ്ങനെ ഒന്ന് സ്നേഹത്തോടു കൂടി ഓടിച്ചെന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ സ്ത്രീകൾക്ക് പറ്റില്ല. സ്ത്രീകളെ വേറൊരു രീതിയിലാണ് കാണുന്നത്. പുരുഷന്മാരെ കെട്ടിപ്പിടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്, അതങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനെ വളച്ചൊടിച്ച് അത് അയ്യർ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു താഴ്ന്ന ജാതിക്കാരനെ കെട്ടിപ്പിടിച്ചത് അവരുടെ ഒരു മേന്മയാണെന്നും പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ കൊട്ടിഘോഷിക്കുകയും അതങ്ങനെയല്ല എന്നും പറഞ്ഞ് അത് കൂട്ടർ പറയുകയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. ഭയങ്കര അരോചകമായിട്ട് തോന്നി അതെല്ലാം കേട്ടപ്പോൾ. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത്, എനിക്ക് സ്നേഹം തോന്നുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കണം. എനിക്ക് സ്നേഹം തോന്നുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, സ്നേഹം തോന്നുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം എന്നൊക്കെ പറയാൻ എനിക്ക് മനസ്സിൽ വെമ്പാറുണ്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരോടല്ല. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പെടും. പലപ്പോഴും ഞാനും കാക്കച്ചിയും കൂടി സംസാരിക്കുമ്പോൾ, തുടക്കം മുതൽ നമ്മുടെ വീഡിയോകൾ ഇടുമ്പോൾ കാക്കച്ചിയും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പലരും പല ചോദ്യങ്ങളാണ്. എന്താണ്, ആരാണ്, എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവാതെ പിന്നെയും ചോദിക്കും. നിങ്ങളുടെ ബ്രദറാണോ, അല്ലെങ്കിൽ ഹസ്ബൻഡാണോ, അല്ലെങ്കിൽ അച്ഛനാണോ? അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരുടെ അഭിപ്രായമാണ്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം സഹവസിക്കാൻ, അല്ലെങ്കിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കാൻ ഇവിടെ തടസ്സമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാന്യമായ രീതിയിൽ, ഞാൻ മാന്യമായ രീതിയിൽ എന്ന് പറയാൻ കാരണം, ഇവിടെ വൾഗാരിറ്റി, നമ്മൾ പാശ്ചാത്യ നാടുകളിലൊന്നും അല്ല താമസിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് യോജ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിന് ഈ അവബോധം എന്ന് പറയുന്നത് സാധാരണ താഴ്ന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ, അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് പറയില്ലേ, അവരിൽ നിന്ന് ഈ ബോധവൽക്കരണം തുടങ്ങണം. പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നിടത്ത് ചെന്നിട്ട് അവരെ ഒരു പുരുഷൻ അഭിനന്ദിച്ചാൽ അവർക്ക് തോന്നും, അദ്ദേഹത്തിനെ ഒന്ന് കൈ പിടിച്ച് നന്ദി പറയണമെന്ന്, അല്ലേ?
പക്ഷെ പറ്റാറില്ല. എന്തുകൊണ്ടാണ്? അത് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ അത് ചെയ്തു പോയാൽ വേറൊരു മുഖമാണ് അതിന് കൊടുക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ തന്നെ, സ്വന്തം ഫാമിലിയിൽ തന്നെ അങ്ങനെയാണ് കാണുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അടുത്തിരുന്നാൽ വേറൊരു രീതിയിൽ കാണുന്ന, വേറൊരു രീതിയിൽ സംസാരിക്കുന്ന ഒരു തരം വൈകൃതം പിടിച്ച മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. അത് എല്ലാ കുടുംബങ്ങളിലുമുണ്ട്. സ്വന്തം ഫാമിലിയാണ് ആദ്യം അത് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും തൻ്റെ ഭാര്യ വേറൊരു പുരുഷനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആശ്ലേഷം എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ അതുപോലെ തന്നെയാണ് എൻ്റെ കാക്കച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നതും. എന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നു, എപ്പോഴും പറയുന്നു, കാക്കച്ചിയാണ് എൻ്റെ എല്ലാം. എൻ്റെ കാലുകളും എൻ്റെ കൈയും എല്ലാം എൻ്റെ കാക്കച്ചിയാണ്. അതിന് പ്രത്യേകിച്ചൊരു നിർവചനമൊന്നും ഇനി ഞാൻ കൊടുക്കുന്നില്ല. നല്ല ഒരു ബന്ധമാണ്, നല്ല ഒരു ശക്തിയുള്ള ബന്ധമാണ് ഞങ്ങളുടേതെന്ന് പറയാനാണ് എനിക്കിഷ്ടം കേട്ടോ. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർഷ്ട്യത്തോടെ സംസാരിക്കാൻ എനിക്കിഷ്ടമല്ല. ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ ജീവിക്കും എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാൻ എന്നെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരികയാണ്. നമ്മൾ സ്ത്രീകൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുടെ മനസ്സിൽ നമുക്കൊരു സംസ്കാരമുണ്ട്. അപ്പോൾ എന്നെ കുലസ്ത്രീ എന്ന് പറയും കേട്ടോ. കഴിഞ്ഞൊരു ദിവസം ഞാൻ നമ്മുടെ ജാസ്മിൻ്റെ ഒരു പോസ്റ്റ് ചെന്നൊരു കമൻറ്റ് ഇട്ടപ്പോൾ എന്നെ കുറേ പെണ്ണുങ്ങൾ കുലസ്ത്രീയാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ കുലസ്ത്രീയാണ്. എനിക്ക് മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല തന്നെ. ഞാൻ കുലസ്ത്രീയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. കുലസ്ത്രീയാണെങ്കിൽ കുലസ്ത്രീ, ഇനി കൊലസ്ത്രീയാണെങ്കിൽ കൊലസ്ത്രീ. പക്ഷേ ഞാൻ ആർക്കെതിരെയും അപവാദങ്ങളും ഞാൻ ആർക്കെതിരെയും ഇല്ലാക്കഥകളും ഒന്നും പറയാറില്ല. ഞാൻ ആരുടെയും മനസ്സിൽ വേദനിപ്പിക്കാറില്ല. എൻ്റെ മനസ്സാക്ഷിയുടെ ഒരു ബോധ്യമാണ് കേട്ടോ. അച്ചാറിട്ട് കോരി അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളും കൂടി പറഞ്ഞതാണ്. അടമാങ്ങയാണ് അച്ചാറാക്കിയേക്കുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ കൊറിയറായി അയക്കും. ഈ അച്ചാറുണ്ടാക്കി ഞങ്ങൾ 2 ദിവസം വെച്ചേക്കും. അപ്പോൾ ഉപ്പും പുളിയും എല്ലാം പിടിക്കും കേട്ടോ. എല്ലാം പിടിച്ച് ഉണക്ക മാങ്ങ ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ അച്ചാറിട്ട് നോക്കൂ, നല്ല സൂപ്പർ അച്ചാറാണ്. എന്നിട്ട് ചേച്ചി അതിൽ ചോറിട്ടിങ്ങനെ ഇളക്കുകയാണ് കേട്ടോ. ഇളക്കി ഞാൻ പറഞ്ഞു, എനിക്ക് BP ഉള്ളതുകൊണ്ട് അവൾ എനിക്ക് അച്ചാർ തരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കൂടെ ഒരു പിടി തരുമോടി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പൊടി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവളെ കയ്യിൽ നിന്നിട്ടും ഒരു പിടി വാങ്ങി കേട്ടോ. ഞാനിത് വോയിസ് ഓവർ ചെയ്യണേ, ഇപ്പോഴെനിക്ക് കൊതി വരുന്ന ആ രുചി ഓർത്തിട്ട് കേട്ടോ. പൊളിയായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ആ പാത്രത്തിൽ ഇട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. നമ്മളെ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സ്നേഹത്തോടെ ദിജ.